കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ദശകം 2 ശ്ലോകം 3. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. വളരെ ഭംഗിയുള്ളൊരു ശ്ലോകമാണ്. യത് ത്രൈലോക്യമഹീയസഹ അപി, അതായത് നമ്മൾ ആദ്യം വെറും വാക്യാർത്ഥം നോക്കാം കേട്ടോ. അപ്പോൾ അതായത് യത് എന്ന് പറഞ്ഞാൽ ഈ മുമ്പ് പറഞ്ഞ രൂപം, അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ രണ്ട് ശ്ലോകം കൊണ്ട് പറഞ്ഞില്ലേ ഒരു രൂപം, ഭഗവാന്റെ വളരെ ഭംഗിയുള്ള ഈ മംഗളരൂപം എപ്പോഴും ധ്യാനിച്ച് ഭജിക്കാനുള്ള കൗതുകം വിട്ടുമാറാതെ രക്ഷിക്കണം. അതുകൊണ്ട് ഞാൻ ഭജിക്കണമെന്നൊക്കെ പറഞ്ഞല്ലോ. ആ ഭഗവാൻ ശ്രീനാരായണൻ്റെ ആ രൂപത്തിൻ്റെ മഹത്വമാണ് ഇനി പറയണത്. അപ്പോൾ മുമ്പ് വിവരിച്ച ആ ഭഗവത് രൂപത്തിൻ്റെ മഹത്വത്തിനെ പറ്റി പറയുകയാണ് ഇതിലെ. അതാണ് യത് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഇപ്പം ഈ വിവരിച്ച രൂപം യാതൊരു രൂപമാണോ? ത്രൈലോക്യമഹീയസഹാബീന്ന്, അതായത് 3 ലോകത്തിലേക്കും വെച്ച് മഹിമ കൂടിയത്, അതായത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പൂജനീയായിട്ടുള്ള ഏതൊരു പദാർത്ഥം ഉണ്ടോ, മഹീയസഹ അപി മഹിതം, അതായത് ഇതുവരെ നമ്മൾക്കറിയാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും പൂജനീയമായിട്ടുള്ള ഏതൊരു സാധനമുള്ളത് അല്ലെങ്കിൽ പദാർത്ഥം ഉള്ളത് അതിനേക്കാളും ശ്രേഷ്ഠവും പൂജനീയവുമാണ് ഏത്? ഈ പറഞ്ഞ രൂപം. പിന്നെയോ മോഹനാൽ സമ്മോഹനം, അതായത് മനോഹരായിട്ടുള്ളതിനേക്കാളും അത്യന്തം മനോഹരം എന്ന് പറയുന്നത്, അതായത് ഏറ്റവും മനോഹരമായിട്ടൊരു സാധനം നമ്മൾ മനസ്സിൽ വിചാരിക്കുക, ആ ഏറ്റവും മനോഹരം നമ്മൾ വിചാരിക്കണേക്കാളും കൂടുതൽ മനോഹരം, ഗ്രേറ്റർ ദാൻ ദ ഗ്രേറ്റസ്റ്റ് എന്ന് പറയൂലോ. അതാണ് മഹീയസോപി മഹിതം എന്ന് പറഞ്ഞത്. ത്രൈലോക്യ മഹീയസ്, അത് 3 ലോകത്തിലും, ഒരു ലോകത്തിലല്ല, ഈ നമ്മുടെ ഭൂമിയിൽ മാത്രമല്ല. ആകാശം താഴെയുള്ള ലോകവും അധോലോകവും ഭൂമിയും നമ്മുടെ മുകളിലുള്ള സ്വർഗാദി ലോകങ്ങളും അതിലൊക്കെ വെച്ചിട്ട് ശ്രേഷ്ഠം പൂജ്യവും. പിന്നെയോ സമ്മോഹനം മോഹനാൽ, ത്രൈലോക്യം എന്ന് വേണമെങ്കിൽ എല്ലാറ്റിലും ചേർക്കാം. 3 ലോകത്തിലും വെച്ച് ഏറ്റവും മോഹനായിട്ടുള്ള മനോഹരമായിട്ടുള്ള എന്താ? അതിനേക്കാളും മനോഹരം. പിന്നെയോ എല്ലാറ്റിലും നമുക്ക് 3 ലോകം ചേർത്താൽ വിരോധമില്ല. കാന്തിനിധാനത അപി കാന്തം, അതായത് കാന്തിനിധാനം എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ബ്യൂട്ടിയാണ്. കാന്തി പറഞ്ഞാൽ ശോഭ അല്ലെങ്കിൽ ശരിക്ക് ഷൈനിങ് എന്നൊക്കെ അർത്ഥമുണ്ട്. ഭംഗിന്നും ഒക്കെ, ഭംഗിന്നൊക്കെ നമ്മൾ ഭംഗി എന്നുള്ള നിലയ്ക്കൊക്കെ ഉപയോഗിക്കും. ശരിക്കും ശോഭ എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഷൈനിങ് എന്നാണ്. ആ ഷൈനിങ്ങിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ ആ ശോഭയ്ക്ക് എന്താ പറയുക, ഏതാ സോഴ്സ് എന്നുണ്ടല്ലോ, ആ എവിടുന്ന് ആ ശോഭ വരണേ, അല്ലെങ്കിൽ ആ അത്ര ശോഭയുടെ ഇരിപ്പിടന്നോ, ആ സോഴ്സിനേക്കാളും അത്യന്തം ശോഭിക്കുന്നതാണ്. ഇറ്റ് ഈസ് ഷൈനിങ് മോർ ദാൻ ദ സോഴ്സ് ഫ്രം വിച്ച് ദ ഷൈനിങ് അപ്പിയേഴ്സ്. അത്ര ഷൈനിങ് ആണ്. കാന്തിനിധാനത അഭികാന്തം. പിന്നെയോ മാധുര്യധുര്യാദ് അഭിമധുരം. ഈ പറഞ്ഞ മുമ്പ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ രൂപം ഉണ്ടല്ലോ, ഭഗവത് രൂപം, അത് ഏതിനാണ് പൂർണ്ണമായിട്ടുള്ള മാധുര്യമുള്ളത്? അതിനേക്കാളും അത്യന്തം മധുരമായിട്ടുള്ളതാണ്. ഏത് വസ്തുവിനാണ് നമ്മൾ ഈ ലോകത്തിൽ വെച്ച്, ഈ 3 ലോകത്തിലും വെച്ച് ഏറ്റവും മധുരം എന്ന് വിചാരിക്കണത്? ആ വസ്തുവിനേക്കാളും അത്യന്തം മധുരം. പിന്നെയോ
സൗന്ദര്യോത്തരത അഭിസുന്ദരതരം. ഏറ്റവും സൗന്ദര്യം എന്ന് നമ്മൾ വിചാരിക്കണ ഏത് വസ്തുവാണോ ആ വസ്തുവിനേക്കാളും സൗന്ദര്യമുള്ളത്. പിന്നെയോ ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ ഉണ്ടാവുകൊണ്ട് ഈ ഭഗവത് രൂപം ആശ്ചര്യത അഭി ആശ്ചര്യം. അതുകൊണ്ടാണ് ആശ്ചര്യം എന്ന് അവസാനം പറഞ്ഞത്. ഈ പറഞ്ഞതൊക്കെ അങ്ങനെയാണ്. അതായത് മഹീയസഹ അഭിമഹിതം, അതായത് മഹത്തായിട്ടുള്ളതിനേക്കാളും മഹത്ത്, മോഹനാൽ സമ്മോഹനം, മോഹനമായിട്ടുള്ളതിനേക്കാളും മോഹനമായിട്ടുള്ളത്, കാന്തി ഉള്ളതിനേക്കാളും അത്യന്തം കാന്തി ഉള്ളത്, മധുരം ഏറ്റവും ഉള്ളതിനേക്കാളും അത്യന്തം മധുരമായിട്ടുള്ളത്, ഇങ്ങനെ സൗന്ദര്യം ഏറ്റവും ഉള്ളതിനേക്കാളും സൗന്ദര്യമുള്ളത്. അതുകൊണ്ട് എന്തായി ഈ നമ്മൾ വിവരിച്ച ഭഗവത് രൂപം ആശ്ചര്യത അഭി ആശ്ചര്യം. ഈ ലോകത്തിലെ അത്ഭുതം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ അത്ഭുതം എടുത്തോളൂ, അതിനേക്കാളും വലിയ അത്ഭുതമാണ് ആശ്ചര്യം. പിന്നെയോ വിഭോ, ഹേ വിഭോ. വിഭോ എന്നുള്ളത് എന്താ വെച്ചാൽ നമ്മളെ ഈ സംസാര സാഗരത്തിൽ നിന്ന് കര കയറ്റി വിടണ ആളാണെന്നും കൂടിയും അർത്ഥമുണ്ട്. ഈ നമ്മുടെ ഈ മെറ്റീരിയൽ ഓഷൻ ഉണ്ടല്ലോ, അതിലേക്ക് ഈ സംസാര സാഗരത്തിൽ നമ്മൾ കിടന്ന് കളിക്കുകയാണ്. അതിന്ന് നമ്മളെ കര കയറ്റണ ആള്. അതായത് പറഞ്ഞില്ലേ, വിഷ്ണുവാകുന്ന ബോട്ട് വന്ന് കയറ്റുന്നൊക്കെ നമ്മൾ മുകുന്ദമാലയെ കണ്ടില്ലേ, അതുപോലെ അതിന്ന് കര കയറ്റുന്ന ആളെന്നാണ് വിഭോന്ന്. അതായത് ഭഗവാന് 3 തരത്തിലും പറ്റുന്നതാണ്. കർത്തും അകർത്തും അന്യഥാകർത്തും. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റും, ചെയ്യാണ്ടിരിക്കാൻ പറ്റും, വേറൊരു തരത്തിൽ ചെയ്യാൻ പറ്റും. എന്ത് കാര്യമാണെങ്കിലും അത് ചെയ്ത് നമുക്ക് ആ ഫലം ഭഗവാന് ഒരു വിഷമവും ഇല്ലാണ്ട് ആ കാര്യം ചെയ്ത് ഫലം സിദ്ധിക്കാം. ഇനി വേണ്ടാന്നാണ് തോന്നണ വെച്ചാൽ അത് കംപ്ലീറ്റ്ലി ചെയ്യാണ്ടിരിക്കാം. ഇനി അല്ല വെച്ചാൽ നമ്മളൊന്നും വിചാരിക്കണ വഴിയെ അന്യഥാകർത്തും വേറൊരു തരത്തിൽ ചെയ്തിട്ടും ആ ഫലം സിദ്ധിക്കാം. അങ്ങനെയുള്ള കഴിവുള്ള ആളാണ് വിഭോ എന്ന് പറയണത്. അതുകൊണ്ടാണ് വിഭു. ഹേ വിഷ്ണു. വിഷ്ണു പറഞ്ഞാൽ സർവവ്യാപിയാണ്. വിഷ്ണു മീൻസ് ഓൾ പെർവൈഡിങ്, ഇതിൻ്റെ അർത്ഥം. ഹേ വിഷ്ണു, തൽ അപ്രകാരമുള്ള ത്വദ്രൂപം, അങ്ങയുടെ ഈ രൂപം ഉണ്ടല്ലോ. അപ്പം കഴിഞ്ഞ 2 ശ്ലോകത്തിൽ വിവരിച്ച ആ ഭഗവൻ മഹിമ, അത്ര ഭംഗിയുള്ള രൂപം വർണ്ണിച്ചുല്ലോ. ആ രൂപം ഭുവനേ, ലോകത്തിൽ കസ്യ കുതുകം ന പുഷ്ണാതി. ഇപ്പം ഇതൊക്കെ പറഞ്ഞല്ലോ, സൗന്ദര്യം, മോഹൻ. ആ ഒരു ഭഗവത് രൂപം ഉണ്ടല്ലോ, മനോഹരമായിട്ടുള്ള ഭഗവത് രൂപം ആർക്കാണ് സന്തോഷം തരാതിരിക്കുക എന്നാണ് പറഞ്ഞത്. കസ്യ കുതുകം ന പുഷ്ണാതി. പോഷിപ്പിക്കുക, പുഷ്ണാതി പറഞ്ഞാൽ പോഷിപ്പിക്കുക, വർദ്ധിപ്പിക്കുക. അപ്പോൾ ആരുടെ മനസ്സിലാണ് ആ ഭഗവത് രൂപം കണ്ടാൽ സന്തോഷം ഇല്ലാതിരിക്കുക എന്നാണ് നമുക്ക് അതിൻ്റെ വാക്യാർത്ഥം. ഇനി നമുക്ക് പോവാം. അതായത് ഈ മംഗളരൂപം എന്താ ഒരു ഗുണം വെച്ചാൽ എല്ലാവർക്കും ആസ്വദിക്കാവുന്നതാണ്. എങ്ങനെയുള്ളവർക്കേ അറിയോ? ഇപ്പോൾ സനകാദികളെ പോലെ, ജനിക്കുമ്പോൾ തന്നെ ജ്ഞാനികളാണ്. അങ്ങനത്തെ 5 വയസ്സാണ് എന്നും നമുക്കറിയാലോ. സനകാദികൾ അവർക്കൊക്കെ ജനിക്കുമ്പോൾ തന്നെ ജ്ഞാനികളായ അവരെ പോലത്തെ ജ്ഞാനികൾക്കും ഈ ജനകനെ പോലുള്ള ജീവൻ മുക്തന്മാരായിട്ടുള്ള കർമ്മയോഗികൾക്കും പിന്നെ പ്രഹ്ലാദൻ തുടങ്ങിയിട്ടുള്ള ഭക്തന്മാർക്കും, അതുമാത്രമല്ല ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയ ദേവന്മാർക്കൊക്കെയും എപ്പോഴും ഈ ഭഗവത് സ്വരൂപം കണ്ടാൽ സന്തോഷമാണ്. അപ്പം പിന്നെ അവർക്കും കൂടി വലിയ വലിയ ജ്ഞാനികളായിട്ടുള്ള സനകാദികളെ പോലുള്ളവർ, ജനകനെ പോലുള്ള കർമ്മയോഗികളായിട്ടുള്ള ജീവൻ മുക്തന്മാർ, പ്രഹ്ലാദനെ പോലുള്ള പരമഭക്തന്മാർ, പിന്നെ ഈ 33 ദേവകളൊക്കെ, അവർക്ക് പോലും ഈ ഭഗവാന്റെ ഈ വിവരിച്ച സ്വരൂപം കണ്ടാൽ, ഈ മഹിമകളോടുകൂടിയ ഭഗവത് സ്വരൂപം, ഭഗവാന്റെ രൂപം കണ്ടാൽ വളരെ സന്തോഷം, കൗതുകമാണ്. അപ്പോൾ പറഞ്ഞില്ലേ, കസ്യ കുതുകം എന്ന പുഷ്ണാദി എന്ന് പറയാൻ കാരണതാണ്. അത് കാണുമ്പോൾ ഒരു കൗതുകം വെച്ചാൽ സന്തോഷവും ആണ് ആ ഭഗവാന്റെ രൂപം കാണുമ്പോൾ. അപ്പം നമ്മുടെ മനുഷ്യരായിട്ടുള്ള നമ്മളുടെ കാര്യം പറയാനുണ്ടോയെന്നാണ്. അതായത് സർവവ്യാപിയും സർവശക്തനും ഒക്കെ ആയിട്ടുള്ള ഈ ഭഗവാന്റെ ഈ രൂപം തന്നെ എപ്പോഴും ധ്യാനിച്ച് ഭജിച്ച് സുഖിക്കാനുള്ള കൗതുകം
ആർക്കല്ലാണ്ടിരിക്കുക എന്നും കൂടിയാണ് ഇതിൽ പറയണത്. പിന്നെ അതായത് എപ്പോഴും ഇപ്പം ഞാൻ പറയാം, ഇപ്പം പല കാര്യങ്ങളും പറഞ്ഞു. മോഹനാണെന്ന് പറഞ്ഞു, നല്ല കാന്തി ഉള്ളതാണെന്ന് പറഞ്ഞു, മാധുര്യം ഉണ്ടാ പറഞ്ഞു, സൗന്ദര്യം ഉണ്ടാ പറഞ്ഞു, ഇല്ലേ? ഇത് എല്ലാം കൂടി ഒരാളിൽ ഉണ്ടാവണത് സ്വതേ വളരെ ചുരുക്കമാണ്. അതായത് നല്ല ഷൈനിങ് ആണെന്ന് പറഞ്ഞു വെച്ചാൽ അപ്പോൾ വേറൊരു ഗുണമില്ല. നല്ല വെരി സ്വീറ്റാണ് ഉള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ അപ്പോൾ സൗന്ദര്യമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവ്, ഇതെല്ലാം തികഞ്ഞിട്ട് അങ്ങനെയുള്ളവർ വളരെ കുറവാണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ എല്ലാ മോഹനാണ്, കാന്തിയുണ്ട്, മാധുര്യമുണ്ട്, സൗന്ദര്യമുണ്ട്, ഇതെല്ലാം കൂടി ഒന്നിച്ച് ഉള്ള ഒരു ഇത് കാണാൻ വാസ്തവത്തിൽ വളരെ വിഷമാണ്. അങ്ങനെ ഒന്ന് കാണണമെങ്കിൽ ഈ നമ്മൾ മുമ്പ് വിവരിച്ച ആ ഭഗവത് രൂപം തന്നെ ഉള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ ഈ ഭഗവത് രൂപം ത്രൈലോക്യ, ഈ 3 ലോകത്തിലുള്ള, അതായത് അധോലോകം 7 ഉണ്ടല്ലോ, പിന്നെ ഭൂമി, പിന്നെ മുകളിൽ 6, ഈ 3 ലോകങ്ങളിലും എത്ര പെർഫെക്റ്റായിട്ട് എന്താ ഉള്ളത്, അതിനേക്കാളും മഹത്തായതാണ് ഈ പറഞ്ഞ രൂപം. അതിലും മീതെ അതിലും അധികം ഭംഗിയുള്ള ഒരു രൂപം വേറെ ഇല്ല. അതായത് സർവ്വലോകത്തിലും ഒരുപോലെ ഇത്ര ഭംഗിയുള്ളത് വേറെ എവിടെയും കാണില്ല. അതുകൊണ്ടാണ് ഇതിന് അത്യാശ്ചര്യം എന്ന് പറയാൻ കാരണം. ആശ്ചര്യതോപ്യാശ്ചര്യം എന്ന് പറഞ്ഞുല്ലോ, അത് അവസാനം പറഞ്ഞത്. കാരണം ഇത് ഏതെങ്കിലും ചിലതല്ല, എല്ലാം ഭഗവാന്റെ ഈ ഇതിനുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് എടുത്തു നോക്കാം കേട്ടോ. യത്രൈലോക്യ മഹിതം എന്ന് പറഞ്ഞാൽ, അതായത് ഈ മഹത്വം ഉണ്ടല്ലോ, ആകൃതിയിലും പ്രകൃതിയിലും ഒക്കെ ഉണ്ട് ഭഗവാന്. ഭഗവാന് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ വലുതാവാം, ഇല്ലേ? വാമനാവാം. ബ്രഹ്മലോകം വരെ പോയി. ഇനി ചെറുതാവണമെങ്കിലും പറ്റും. ഭഗവാൻ ആകൃതിയിലും ഭഗവാനെ പോലെ ആർക്കും പറ്റില്ല. പിന്നെയോ എല്ലാറ്റിലും വെച്ച് എന്ത് കാര്യം എടുത്താലും ഭഗവാന്റെ മഹത്വം പോലെ ഒരാൾക്ക് മഹത്വം ഇല്ല. പിന്നെയോ സമ്മോഹനം, മോഹനം എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുന്നതാണ്. അതായത് നമ്മുടെ മനസ്സിനെ കണ്ട ഉടനെ ആകർഷിക്കും, അട്രാക്റ്റ് ചെയ്യും. അതാണ് മോഹന. അപ്പം സമ്മോഹനം, അതായത് നമ്മുടെ മനസ്സിനെ അട്രാക്റ്റ് ചെയ്യണ ഏതൊരു കാര്യം എടുത്തോളൂ, അതിനേക്കാളും നമ്മളെ ആകർഷിക്കണതാണ് ഈ ഭഗവത് സ്വരൂപം. പിന്നെയോ കാന്തം കാന്തിനിധാനതോപി, അതായത് കാമിക്കത്തക്കത പറഞ്ഞാൽ ഇഷ്ടം തോന്നും നമുക്ക്. അത്ര ശോഭയുണ്ട്, അത്ര ഒരു സാധാരണ ഒരു ഷൈനിങ് അല്ല. ഷൈനിങ് പറഞ്ഞാൽ അങ്ങനെ തളതളാ മിന്നി ഭംഗിയില്ലാത്തതല്ല. അത്ര മനോഹരമായിട്ടുള്ള ഒരു ശോഭ ഭഗവാനുണ്ട്. നമുക്കിങ്ങനെ സ്നേഹം തോന്നും. അങ്ങനെയുള്ള ഏത് വേറെ കാര്യം നോക്കിയാലും ഭഗവാനായിട്ട് കമ്പയർ ചെയ്യാച്ചാൽ അതിനൊന്നും ശോഭ പോരാ. അത്ര ശോഭയാണ് ഭഗവാന്. പിന്നെയോ മാധുര്യധുര്യാദവി, ഏറ്റവും മധുരം. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ മാധുര്യം നമുക്ക് മനസ്സിൽ ഏറ്റവും അധികമുള്ളതായിട്ട് നമുക്ക് സങ്കല്പിക്കുക. അതിനേക്കാളും എത്രയോ മടങ്ങധികമാണ് ഭഗവത് സ്വരൂപത്തിൻ്റെ ആ മാധുര്യം. പിന്നെയോ സൗന്ദര്യോത്തരതോപി സുന്ദരതരം. സൗന്ദര്യം എങ്ങനെയാ വെച്ചാൽ നമ്മുടെ മനസ്സിനെ ഇങ്ങോട്ട് അലിയിക്കും, അങ്ങനെയാണ്. അല്ലെങ്കിൽ നമുക്കൊരാദരവ് തോന്നും, അതാണ് സൗന്ദര്യത്തിൻ്റെ ഒരു ഗുണേ. അപ്പോൾ ആ ആദരിക്കപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അലിയിക്കുന്ന ഏതൊരു സൗന്ദര്യ വസ്തുവിനെയും നമ്മൾക്ക് മനസ്സിൽ വിചാരിച്ച് നോക്കാം. പക്ഷേ ഈ ഭഗവത് സ്വരൂപത്തിൻ്റെ സൗന്ദര്യമായിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ അതായിട്ട് കമ്പയർ ചെയ്യാൻ തന്നെ പറ്റില്ല. അത്രയധികം നമ്മുടെ മനസ്സലിയിപ്പിക്കുന്ന ഒരു സൗന്ദര്യമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞതിലും പറഞ്ഞല്ലോ, നമ്മുടെ ഇപ്പോൾ ഒരു മനസ്സൊരു ഒരു വാക്സ് ആണെന്ന് വിചാരിക്കുക. അതങ്ങോട്ട് ഉരുകും ഭഗവാനെ കാണുമ്പോൾ, അലിയും. അത്ര സൗന്ദര്യമാണ്. എന്നിട്ട് പിന്നെ ഭഗവാൻ അവിടെ വന്നിരിക്കുന്നതാണ്. അത്ര ആ സൗന്ദര്യത്തിലൊരു കണക്കില്ല. അതായത് പിന്നെ സൗന്ദര്യം എന്താ വെച്ചാൽ, ഞാൻ ഒരു കാര്യം അത് നല്ല രസമാണ് നമ്മൾ ആലോചിച്ചാൽ. അതായത് എല്ലാ ഫീച്ചേഴ്സും വേറെ വേറെ എടുത്ത് നോക്കിയാൽ നല്ല രസമുണ്ട്, ഭംഗിയുണ്ട്. പക്ഷെ എല്ലാം കൂടി ഒത്തുചേരുമ്പോൾ
അത് നല്ല പെർഫെക്റ്റ് ആയാലേ സൗന്ദര്യം എന്ന് പറയുള്ളൂ. നമുക്ക് ആൾക്കാർക്ക് തന്നെ അങ്ങനെ ചിലപ്പോൾ തോന്നൂലോ, നല്ല എല്ലാ ഫീച്ചേഴ്സും വേറെ വേറെ എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്, പക്ഷെ എല്ലാം കൂടി അത്ര ആ ഫീച്ചേഴ്സിൻ്റെ നന്മ അനുസരിച്ച് നോക്കുമ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ച് വരുമ്പോൾ അത്ര പോരാന്നാണ്. ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന്റെ ഓരോ അവയവങ്ങളും എടുത്തു നോക്കിയാൽ ഏതേതാ ഭംഗി നിശ്ചല്യ. പക്ഷേ അതിന് പുറമേ അതെല്ലാം കൂടിയിട്ട് ഒന്നിച്ച ആ അവയവങ്ങളൊക്കെ ഒന്നിച്ചങ്ങോട്ട് ഭഗവത് സ്വരൂപ ആവണ സമയത്തുണ്ടല്ലോ, അതിൻ്റെ ഒരു ഭംഗി അപ്പോഴാണ് ശരിക്കും സൗന്ദര്യം എന്ന് പറയണമെന്നാണ് പറയണത്. എല്ലാ അവയവം എടുത്താലും കണ്ണാണെങ്കിൽ, അപ്പം നമ്മൾ കഴിഞ്ഞ 2 ശ്ലോകത്തിൽ പറഞ്ഞുല്ലോ, കാരുണ്യാകുല നേത്രം, ആർദ്രഹസിതം ഒക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഓരോ അവയവങ്ങളെടുക്കുക, ആ അവയവങ്ങളെല്ലാം കൂടി ഭഗവാനായിട്ട് ആ ഭഗവത് സ്വരൂപമായിട്ട് അങ്ങനെ ഭവിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ സൗന്ദര്യത്തിനെ പോലൊരു സൗന്ദര്യം ഇനി വേറെ എവിടെ ഇല്ല. സൗന്ദര്യോത്തരതോപി സുന്ദരതരാണ്. അപ്പോൾ ഇനി ആശ്ചര്യമാണ് ഇതൊക്കെ ഇങ്ങനെയുള്ളത്. അതായത് എല്ലാറ്റിലും ഇനി ഇതിലധികം സൗന്ദര്യമോ മോഹനായിട്ടുള്ള ഒരു രൂപോ കാന്തിയോ മാധുര്യമോ ഒന്നും വേറെ ഇല്ല എന്നങ്ങോട്ട് കാണുമ്പോഴാണ് ആശ്ചര്യം അങ്ങേയറ്റം. ഇതുപോലെ ആശ്ചര്യം ഇല്ല നമുക്ക്, ഇതുപോലൊരു അത്ഭുതം വേറെ ഒന്ന് കണ്ടാലും ഇല്ല എന്ന് മേപ്പത്തൂരിന് തോന്നിയതേ. അതുകൊണ്ടാണ് പറയണത് ഇത്ര ആശ്ചര്യകരമായിട്ടുള്ള ഒരു ഭഗവത് രൂപം ഈ ലോകത്തിൽ ആർക്കാണ്, ആരുടെ മനസ്സിലാണ് കൗതുകം വളർത്താത്തത്, അല്ലെങ്കിൽ ആരുടെ മനസ്സിലാണ് സന്തോഷം വർദ്ധിപ്പിക്കാത്തത് എന്നാണ്. അതായത് ഭുവനെ എന്ന് പറഞ്ഞു, അതായത് ഈ ഭൂലോകത്തിൽ കസ്യ കുതുകം, അതായത് ഈ ബാക്കി 13 ലോകങ്ങളിലും, ആകെ 14 ലോകമല്ലേ, 7 താഴത്തെ, ഭൂമി 1, മുകളിൽ 6, ആകെ 7 അപ്പോൾ ഈ ബാക്കി 13 ലോകങ്ങളിൽ, അതായത് ബ്രഹ്മാവിൻ്റെ ബ്രഹ്മലോകത്തിലടക്കം എല്ലാവർക്കും ഈ ഭഗവാന്റെ ഈ സ്വരൂപം സുന്ദരമായിട്ടുള്ള സ്വരൂപം എല്ലാവരിലും സന്തോഷം ഉണ്ടാക്കും, അല്ലെങ്കിൽ എല്ലാവരിലും കൗതുകം വളർത്തുന്നുള്ളത് ഉറപ്പാണ് എന്ന് പറയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ് സനകാദികളാണ് പോലുള്ളവരും ജനകനെ പോലുള്ളവർക്കും പ്രഹ്ലാദനെ പോലുള്ളവർക്കും എല്ലാ ദേവന്മാർക്കും ഒക്കെ കൗതുകം വളർത്തണം. അപ്പം നമ്മുടെ കാര്യം പറയാനുണ്ടോ? ഹേ വിഷ്ണു വിഭോ. അതായത് സിദ്ധന്മാർക്കും ജീവൻ മുക്തന്മാർക്കും ബദ്ധന്മാർക്കും, നമ്മളെപ്പോലുള്ള ബദ്ധന്മാർക്ക്, അതായത് കർമ്മബന്ധനം, നമുക്കൊക്കെ ബോണ്ടേജ് അല്ലേ, അപ്പം നമ്മളെപ്പോലുള്ള കർമ്മബദ്ധന്മാർക്കും വലിയ വലിയ സിദ്ധന്മാർക്കും പിന്നെയോ ദേവന്മാർക്കും ജീവൻ മുക്തന്മാർക്കും എല്ലാവർക്കും സുലഭവും സന്തോഷവും ആയിട്ട് ഭജിക്കാൻ സൗകര്യം നൽകണ ഒരു അസാധാരണ വൈഭവം ഉള്ള ഒരു ഭഗവത് സ്വരൂപമാണ് ഈ ഗുരുവായൂരിരിക്കണ ഭഗവത് സ്വരൂപം എന്നാണ് പിന്നെ മേപ്പത്തൂര് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോൾ ഭൂമിയും സ്വർഗം പാതാളം എന്നീ 3 ലോകങ്ങളും പല വളരെ കേമായിട്ടുള്ള പല സാധനങ്ങളും ഉണ്ടാവും ഇല്ലേ. അതിലൊക്കെ വെച്ച് ഏത് വസ്തു എടുത്താലും അതാണ് ഏറ്റവും നല്ലതെന്ന് നമ്മൾ വിചാരിച്ചോ. അത് കഴിഞ്ഞ് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ഭഗവത് രൂപം നോക്കി എന്താ ഉണ്ടാവുക? ആ കണ്ട വസ്തുവിന് പോരാ, മഹത്വം പോരാ, അതിൻ്റെ അതത്ര മോഹനല്ല, അതിന് കാന്തി പോരാ, അതിന് സൗന്ദര്യം പോരാ, അതിന് മാധുര്യം പോരാ. അതുകൊണ്ട് അത് കാണുമ്പോൾ ഈ ഭഗവത് സ്വരൂപം കാണുന്ന പോലെ ആശ്ചര്യം തോന്നുന്നില്ല എന്ന് നമുക്ക് തോന്നും എന്നാണ് അതായത് വാക്കുകൊണ്ട് പറയാൻ പറ്റാത്തത്ര ഉണ്ടേ. അതുകൊണ്ടാണ് ഏറ്റവും മധുരമുള്ളതിനൊക്കെ മാധുര്യം, ഏറ്റവും സുന്ദരമായ സൗന്ദര്യം എന്ന് പറയാനേ പറ്റുള്ളൂ. അതിലും നന്നായിട്ട് ഭഗവാൻ സ്വരൂപം വിസ്തരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ മാഹാത്മ്യം പറയാൻ വളരെ വിഷമാണെന്നാണ് ഇതുകൊണ്ട് മേപ്പത്തൂര് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ശ്ലോകം ഒന്നും കൂടി ചൊല്ലിയിട്ട് ഞാൻ നിർത്താം. യത്രൈലോക്യമഹീയസോപി മഹിതം
സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.